തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തി. ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥിയെ 7 സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി. ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഒരുങ്ങി പോലീസ്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, കഴിഞ്ഞ ദിവസത്തെ റാഗിംഗ് വിഷയങ്ങൾക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരത്ത് തന്നെ ഒരു റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരിക്കുകയാണ്. എവിടെയാണ് സംഭവം? എങ്ങനെയാണ് വിവരങ്ങൾ? തുടർച്ചയായിട്ട് റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വിവിധ കോളേജുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്നലെ ഇപ്പോൾ കാര്യവട്ടം കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ, അത് 7ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതിയാണ് വിദ്യാർത്ഥി തന്നെ ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള പരിശോധന ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തുകയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ ഒരു ബാഡ്മിന്റൺ സെലക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു കോളേജിൽ. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സെലക്ഷൻ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ ഒരു സുഹൃത്തും കൂടി ചേർന്ന് പോകുന്ന സമയത്താണ് ഈ സീനിയേഴ്സ് വിദ്യാർത്ഥികൾ ഇവരെ അങ്ങോട്ടേക്ക് അരികിലേക്ക് വിളിച്ചത്. അതിനുശേഷം റാഗിംഗ് ആണ് എന്ന് ഇവരോട് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിയോട് ഷർട്ട് ഊരി മാറ്റാൻ തുടർന്ന് സീനിയേഴ്സ് പറയുന്നു. തനിക്ക് പറ്റില്ല, ടീച്ചേഴ്സിനോട് കംപ്ലൈന്റ് ചെയ്യുമെന്നതാണ് ഒന്നാം വർഷ വിദ്യാർത്ഥി സീനിയേഴ്സിന് നൽകിയ മറുപടി. അതിനുശേഷം ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ഒരു ഒഴിഞ്ഞ മുറിയിലേക്ക് സീനിയേഴ്സ് കൊണ്ടുപോയി എന്നുള്ളതാണ് പരാതിക്കാരനായ ഒന്നാം വർഷ വിദ്യാർത്ഥി പറയുന്നത്. അത് യൂണിറ്റ് റൂം എന്ന് തന്നെയാണ് ആ പരാതിക്കാരനായിട്ടുള്ള വിദ്യാർത്ഥി പറയുന്നതും. ആ റൂമിലേക്ക് കൊണ്ടുപോവുകയും അവന്റെ ഷർട്ട് ബലം പ്രയോഗിച്ച് സീനിയേഴ്സ് ഊരിമാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അതിനുശേഷം തല കുനിച്ച് താഴെ തറയിലിടിക്കുന്ന തരത്തിലുള്ള മർദ്ദനങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നതായിട്ടും ഈ ഒന്നാം വർഷ വിദ്യാർത്ഥി പറയുന്നുണ്ട്. ഈ മുറിയിൽ വെച്ച് തന്നെ ഈ മർദ്ദനത്തിനിടയിൽ തനിക്ക് വെള്ളം വേണമെന്നൊരു ആവശ്യം ഈ വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ റാഗിംഗ് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള ഒരു കുട്ടി തന്നെ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് വെള്ളം കൊണ്ടുവരുന്നു. പക്ഷെ അത് കുടിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വേലു എന്ന ഒരു സീനിയർ വിദ്യാർത്ഥി വെള്ളം കുടിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള പരാതിയിൽ പറയുന്നുണ്ട്. തുടർന്ന് അതിൽ നിന്ന് കുറച്ച് വെള്ളം കളയുകയും മറ്റ് കുറച്ച് വെള്ളം അത് ഈ സീനിയർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി തന്നെ തന്റെ വായിൽ കൊള്ളിച്ചതിന് ശേഷം വീണ്ടും ആ കുപ്പിയിലേക്ക് തന്നെ തുപ്പിയിട്ട് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് കുടിക്കാൻ നൽകിയായിരുന്നു. കുടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് നിർബന്ധിച്ച് ആ വെള്ളം കുടിപ്പിച്ചു എന്നുള്ളതും ഈ വിദ്യാർത്ഥി പരാതിയായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരാതി ഈ സ്കൂൾ അധികൃതർക്ക്, ഈ കോളേജ് അധികൃതർക്ക് ഒന്നാം വർഷ വിദ്യാർത്ഥി നൽകുകയും ആന്റി റാഗിംഗ് സ്ക്വാഡ് തന്നെ ഈ വിഷയം പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഉള്ള അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ റാഗിംഗ് സംഭവം അത് ശരിയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി നൽകിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്കാണ് പോലീസ് നീങ്ങാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ 7 വിദ്യാർത്ഥികളുടെ പേരുൾപ്പെടെ ഈ പരാതിയിൽ ഒന്നാം വർഷ വിദ്യാർത്ഥി പറയുന്നുണ്ട്. വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്, പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും തുടർച്ചയായിട്ട് ഈ റാഗിംഗ് വിഷയം അത് വലിയ രീതിയിൽ വാർത്തയാകുന്നുണ്ട്. ഒന്നാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായിട്ട് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകളാണ് നിരന്തരമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിഷയം അത് വീണ്ടും വലിയ രീതിയിൽ ചർച്ചയാവുകയും പരാതികൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തിരുവനന്തപുരം കാര്യവട്ടം കോളേജിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർത്തയെ അത്രത്തോളം ഗൌരവതരമായിട്ട് തന്നെ കണക്കിലെടുത്ത് തുടർ നടപടികൾ നീക്കാൻ തന്നെയാണ് പോലീസിന്റെയും അതുപോലെ തന്നെ കോളേജ് അധികൃതരുടെയും ഒരു തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂര്യ, മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ റാഗിംഗ് വിഷയങ്ങളൊക്കെ വരുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ നഴ്സിംഗ് കോളേജിൽ ഉണ്ടായ സംഭവം തന്നെയാണെങ്കിൽ പിറന്നാളിന് ചെലവ് ചെയ്തു കൊടുത്തില്ല എന്നൊരു കാരണം കൊണ്ടാണ് സീനിയർ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കുകയുണ്ടായത്. കണ്ണൂരിൽ നടന്ന സംഭവം നോക്കുകയാണെങ്കിൽ ബഹുമാനിച്ചില്ല, അത്തരം കാര്യങ്ങൾ പറഞ്ഞാണ് ആ കുട്ടിയെ
ഉപദ്രവിക്കുകയുണ്ടായത്. കാരണം ഈ കോളേജുകളിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് ഇത്തരം കൊടിയ പീഡനങ്ങൾ ഈ കുട്ടികൾ നടത്തുന്നത്. അതേസമയം ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കോളേജുകൾക്ക് വലിയ ഒരു പങ്ക് തന്നെയുണ്ട്. കാരണം അവർ കാര്യമായിട്ട് ഇടപെടുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും ഹരിത, ഈ ഒരു വിഷയത്തിൽ വലിയ നിയന്ത്രണങ്ങൾ, നടപടികൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം സംഭവങ്ങൾ എല്ലാ ദിവസവും ഇത്തരത്തിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. അതിൽ ഈ റാഗിംഗ് മൂലം വിദ്യാർത്ഥികളുടെ മരണം ഉൾപ്പെടെ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷവും ഈ റാഗിംഗ് വീണ്ടും ഒരു തുടർക്കഥയാകുന്നത് എത്തരത്തിലാണ്? അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി അത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നായാലും മറ്റ് നിയമവ്യവസ്ഥകളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു വർഷമാവുകയാണ്. ആ കേസ് സംബന്ധിച്ചും ഇപ്പോഴും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുടുംബം ഇപ്പോഴും ആ കേസിന്റെ പുറകെ മകന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി കയറി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ അത് എന്നും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ കർശനമായിട്ടുള്ളൊരു നടപടി അത് ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നിയമവ്യവസ്ഥകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ റാഗിങ്ങിന് ഇരയായിട്ടുള്ള വിദ്യാർത്ഥി കോളേജ് അധികൃതർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അത് പരിശോധിച്ച് കൂടുതൽ നടപടികൾ കോളേജ് അധികൃതർ എടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ പോലീസ് കേസായിട്ടുണ്ട്. ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് തുടർ അന്വേഷണം നടത്താൻ പോലീസും ഒരുങ്ങുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റാഗിംഗുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അത് പുറത്തുവരാനുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും യാതൊരുവിധ കാരണവും ഇല്ലാതെ ഈ വഴിയിലൂടെ നടന്നുപോയ ഈ ബാഡ്മിന്റൺ സെലക്ഷന് വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് നടന്നുപോയ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്തിയിട്ടാണ് ഇത്തരത്തിൽ ആജ്ഞാപിക്കുകയും അതിന് തയ്യാറാകാതെ വന്നപ്പോൾ ക്രൂരമായിട്ട് ഒരു ഒടിഞ്ഞ മുറിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്ത് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ പെരുമാറുന്നത് ഈ റാഗിംഗ് സാധാരണ കോളേജുകളിലൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ആ റാഗിംഗ് അത് അതിക്രൂര മർദ്ദനത്തിലേക്കും ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യത്തിലേക്കും കടക്കുമ്പോഴാണ് അതിൽ നിയമവ്യവസ്ഥകൾ ഇടപെടേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ തുടർ നടപടികളിലേക്ക് പോലീസ് അടക്കം നീങ്ങാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടി ഉൾപ്പെടെ ഈ പരാതി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് തനിക്ക് സംഭവിച്ചത്, ആരൊക്കെയാണ് തന്നെ മർദ്ദിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സീനിയർ വിദ്യാർത്ഥി ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് ശേഷം അത് അവന്റെ സുഹൃത്തിന്റെ മേൽ പഴി ചാരുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിന് കൂടി ഇടവരുത്തി എന്നുള്ളതാണ്. അതായത് മർദ്ദിച്ചതിന് ശേഷം ഇത് നിന്റെ സുഹൃത്താണ് മർദ്ദിച്ചത് എന്ന് പുറത്ത് പറയണമെന്നുള്ളതാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അങ്ങനെ പറയാൻ കഴിയില്ല എന്നവൻ പറഞ്ഞതോടുകൂടി വീണ്ടും അവനെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി പരാതിയിൽ പറയുന്നത്. അതായത് ഒരു കരുണയും ഒരു ദയയും ഇല്ലാതെ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ, തങ്ങളുടെ ജൂനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഇത്തരത്തിലുള്ള സീനിയർ വിദ്യാർത്ഥികൾക്ക് നിയമപരമായിട്ട് കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഉയരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കോട്ടയത്ത് ഉൾപ്പെടെ നടന്ന റാഗിംഗ് കേസുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും വിവിധ ജില്ലകളിൽ നടക്കുന്നുണ്ട്. പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള റാഗിംഗ് സംഭവങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള നിയമ നടപടികൾ അത് ഓരോ കോളേജിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും കാര്യവട്ടത്തെ സംഭവത്തിൽ തുടർ നടപടികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.